എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർദ്രം ഇന്റീരിയൽസ് ചെയ്ത ഒരു അടിപൊളി ഗ്രൂപ്പ് പാനലാണ് നമ്മൾ കാണുന്നത്. ടി വി യൂണിറ്റോട് ചേർന്ന് തന്നെ ഒരു ഗ്രൂപ്പ് പാനൽ. അപ്പോൾ ഇവിടെ ഒരു ഡോറ് ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടോ. ഇതാണ് ഡോർ. ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോറാണത് കണ്ടോ. ഹൈഡ്രോളിക് ഡോർ ക്ലോസർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ഡോർ ക്ലോസർ എങ്ങനെയാണ് നമ്മൾ ഫിറ്റപ്പ് ചെയ്യുന്നതെന്ന് കാണാൻ നമുക്ക്. അപ്പോൾ അതിലെന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഹൈഡ്രോളിക് സെറ്റ് ചെയ്തിട്ടല്ലേ നമ്മളിത് കണ്ടത്. സാധാരണ നോർമലി ഒരു മൾട്ടിവുഡിൻ്റെ ഡോറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ ടോപ്പിൽ നോക്കിയാൽ മതി. ടോപ്പിലാണ് നമ്മൾ ഹൈഡ്രോളിക് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നോർമലി ഒരു ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ പാർട്സുകളൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ഡോർ ക്ലോസർ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഡോറ് റൈറ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലെ ആണ് നമ്മൾ അതിൻ്റെ ലിവർ പിടിപ്പിക്കേണ്ടത്. ഇത് കണ്ടല്ലോ, കറക്റ്റായിട്ട് കണ്ടോ. നല്ല ഇച്ചിരി അത്യാവശ്യം വെയിറ്റ് ഒക്കെയുള്ള സംഭവമാണ്. ഇതാണ് ഇതിൻ്റെ സ്ലൈഡർ. ഇതിലാണ് ആ ലിവർ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇതിനകത്തൊരു സ്റ്റോപ്പറും ഒരു സ്പ്രിങ് ഐറ്റംസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പർ ഇതായി കാണുന്ന വൈറ്റ് കളറിലെ ത്രെഡഡ് ആയിട്ടുള്ള പോർഷനാണ് സ്റ്റോപ്പറാണത്. അപ്പോൾ ഇത് വന്ന് ലോക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഡോറ് ഓപ്പണായിട്ട് സ്റ്റോപ്പായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ ഡോർ ക്ലോസ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഔട്ട് സൈഡിൽ ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോപ്പർ വെച്ചിരിക്കുന്നത്. ഹൈഡ്രോളിക്കിൻ്റെ ഉപയോഗം അതാണ്. ഇനി നമുക്ക് ഈ സ്റ്റോപ്പർ വരുന്ന ചാനൽ ഡോറിൻ്റെ മുകളിൽ വരുന്ന മൾട്ടിവുഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്ലോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ അതേ വിഡ്ത്തിലും ലെങ്തിലുമാണ് നമ്മൾ ആ സ്ലോട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം സെൻറ്ററായിട്ടാണ് നമ്മൾ ആ സ്ലോട്ട് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ള അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു 75 mm സെൻറ്ററായിട്ടും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കൂടി എടുത്താലും കുഴപ്പമില്ല. നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇതുപോലെ നമ്മൾ ആ സ്ലോട്ട് അടിച്ചിട്ട് നമ്മൾ നേരെ ഈ ചാനൽ നല്ല കറക്റ്റായിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ടോപ്പ് ലെവൽ നല്ല കറക്റ്റായിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ആ ചാനൽ സ്ലോട്ടിലോട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആ ഷീറ്റിൽ ഓൾറെഡി നമ്മൾ സ്ലോട്ട് അടിച്ചായിരുന്നു. അത് ഇനി നമ്മൾ അതിലോട്ട് ചാനൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയൊക്കെ കൊടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാവേ എങ്ങനെയാണെന്ന് കണ്ടോ. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് നമുക്ക് ഇറക്കാം. ഇച്ചിരി നല്ല ടൈറ്റിൽ തന്നെ ഇറക്കാമെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ കറക്റ്റാക്കി വെക്കാനായിട്ട് നോക്കണം. ഇനി നമുക്ക് അതിന് 4 സൈഡിലും 4 സ്ക്രൂ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ നിന്ന് തന്നെയാണ് സ്ക്രൂ കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിരുന്നോളൂ. പിന്നെ അപ്പോൾ നമ്മൾ സ്ക്രൂ കൊടുക്കാൻ പോവുകയാണ്. ചെറിയ ഗ്യാപ്പ് സ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്തൊക്കെ കൊടുക്കാം. അപ്പം മൾട്ടിവുഡ് ആയതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് തന്നെ സ്ക്രൂ ഡ്രൈവറിനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ കണ്ടത്. അപ്പോൾ 4 സൈഡിലെ സ്ക്രൂവും നമ്മൾ ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈഡ്രോളിക് ഡോറിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ലോക്ക് നെറ്റൊക്കെ ഒന്ന് നോക്കാം. കണ്ടോ, ലോക്ക് നെറ്റ് നല്ല ഫ്രീ ആയിട്ട് ഇതിൽ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ലോക്ക് നെറ്റ് വന്നിട്ട് ഇതിലോട്ട് വന്ന് ക്യാച്ച് ആവുകയാണ് കണ്ടോ. ഇനി നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കത്തുള്ളത്, വിട്ടു കൊടുക്കത്തില്ല. അത് ഡോർ വന്നു കഴിയുമ്പോഴേ നമുക്കത് അഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഹൈഡ്രോളിക് സെറ്റ് ചെയ്തു. ഹൈഡ്രോളിക് നമ്മൾ ഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോറ് ഓപ്പൺ ആകുമ്പോഴേക്കും നമ്മൾ ഭിത്തിയിൽ വന്ന് ഇടിക്കാൻ പാടില്ല. അത്രയും നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. അപ്പം നമുക്കിവിടെ ഡോറ് ഭിത്തിയിൽ മുട്ടാതെ വെക്കുന്നതിന് വേണ്ടി നമുക്കൊരു 75 mm ആണ് നമ്മൾ ഇവിടെ നിന്ന് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിവറിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ ടോപ്പിൽ നിന്നുള്ള അളവും കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഹൈഡ്രോളിക് ഡോറിൽ സെറ്റ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൈഡ്രോളിക്കിൽ തന്നെ 4 ഹോൾ വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ലൈഡിങ് ചാനൽ വരുന്ന ഷീറ്റ് നമ്മൾ ടോപ്പിൽ പിടിപ്പിച്ചു. അപ്പം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ ചാനൽ ഔട്ട് സൈഡിൽ നിന്ന് ഏകദേശം ഒരു 75 mm ഇപ്പോൾ ചാനൽ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് എഡ്ജ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് തന്നെ നമ്മൾ സ്ലോട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഇനി നമ്മളിത് ഹൈഡ്രോളിക് വെച്ച് ഡോർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് കണ്ടോ, ഹൈഡ്രോളിക്കിൻ്റെ ലിവറിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഭിത്തി സൈഡിൽ നിന്ന് നമ്മളൊരു 75 mm മാറ്റിയാണ് ഡോർ ക്ലോസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ആകുമ്പോഴേക്കും ഭിത്തിയിൽ വന്ന് ഇടിച്ച് നിൽക്കാൻ പാടില്ല. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡോർ നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കാനും പറ്റും. ഹൈഡ്രോളിക്കിൻ്റെ ടോപ്പിലായിട്ട് ഈ ലിവർ ഇട്ടതിന് ശേഷം ഒരു അലങ്കി ബോൾട്ട് ഉണ്ട്. അലങ്കി ബോൾട്ട് ഉപയോഗിച്ച് നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ലിവറിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റോപ്പറിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റോപ്പറിലും അതുപോലെ തന്നെ ഒരു അലങ്കി ബോൾട്ട് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ ലിവർ ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പവർ വരുന്നത് ഹൈഡ്രോളിക്കിൻ്റെ. അപ്പം നമുക്കിത് ആ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഇത് സ്ലോട്ടാണ് ഇത്. ഇതിൽ അല്ലെങ്കിൽ ഉണ്ട്, അതിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതായത് ഡോർ അടയുന്ന പവർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും.
ഇനി നമുക്ക് ഹൈഡ്രോളിക്കിന്റെ അടിയിൽ ഒരു ക്യാപ്പ് ഇടാനുണ്ട്. അത് ക്യാപ്പ് നമ്മൾ നേരെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോളിക്കിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അത് ലിവറിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ലോക്കായി കിട്ടും. അപ്പോൾ ഇത് കണക്ക് പുഷ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നോക്കിയാണ് ലിവർ വന്നിട്ട് സ്റ്റോപ്പറിലോട്ട് ക്യാച്ച് ആകുന്ന സീൻ നോക്കിക്കണം കേട്ടോ. എങ്ങനെയാണ് ക്യാച്ച് ആകുന്നത് നോക്കിക്കണം. കണ്ടോ, അതാണ് സ്റ്റോപ്പർ വർക്കിംഗ് എൻ്റെ കണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഡോറ് നമ്മൾ ഓപ്പൺ ആയിട്ട് അവിടെ നിൽക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ആയിട്ട് വരുന്നത് കാണാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിന് നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ഹാൻഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻസൈഡിൽ മാത്രം ഹാൻഡിൽ കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ഡോർ ഉള്ളതായിട്ട് പോലും നമ്മൾ അറിയുന്നില്ല. ഇതുപോലുള്ള ഇന്റീരിയർ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ആർദ്രം ഇന്റീരിയലിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ ഇന്റീരിയർ വർക്കുകൾ കാണുന്നതിനായി നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.